സെന്റ് ജോസഫ്സ് ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ മാർ യൗസേപ്പ് ഏറെ ഭക്തിയോടും ആദരവോടും കൂടെ ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ്. തിരുനാളിന്റെ ഭാഗമായിട്ട് ഇടവകയിലെ പതിവായിട്ട് നടത്തിവരുന്ന കൂട്ടുനേർച്ച ഈ വർഷം ഏറെ പ്രത്യേകതകളോടെ നടത്തപ്പെടുകയാണ്. മറ്റു പല സ്ഥലങ്ങളിലും നിന്നും വ്യത്യസ്തമായി ഇവിടെ ഭക്ഷണം നൽകുന്നത് എല്ലാവർക്കും ഇരട്ടി വിളമ്പിയാണ് നൽകുക. ചോറും സാമ്പാറും അവിയലും പയറുതോരനും ഇഞ്ചിക്കറിയും കടുകുമാങ്ങായും അടപ്രഥമനോടുകൂടി ഉള്ള ഈ സദ്യ ഈ സമീപ പ്രദേശത്തുള്ളവരെല്ലാം വലിയ ആദരവോടും ഭക്തിയോടും കൂടെയാണ് ഒന്ന് ഭക്ഷിക്കുക. യോസേപ്പ് പിതാവിന്റെ അനുഗ്രഹങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലും അതുപോലെ തന്നെ കൂട്ടുനേർച്ചയിലും പങ്കുചേരുവാനായിട്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. പിതൃവേദിയുടെയും മാതൃവേദിയുടെയും ഫൊറോന ഭാരവാഹികളെയും മറ്റ് ഭാരവാഹികളെ അംഗങ്ങളെ ആദ്യം തന്നെ നമ്മുടെ ഫൊറോന ഡയറക്ടർ റവറൻഡ് ഫാദർ ഐബൻ അച്ഛന് ഫീസ്റ്റ് ഡേയുടെ എല്ലാവിധ ആശംസകളും ഈ ഒരു അവസരത്തിൽ നേർന്നുകൊള്ളുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജോസഫ് നാമധാരികളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനാ മംഗളാശംസകളും ഈ ഒരു അവസരത്തിൽ നേർന്നുകൊള്ളുകയാണ്. ഏറെ പ്രിയപ്പെട്ടവരെ, രക്ഷകന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് ഒരു പരിശുദ്ധയായ സ്ത്രീ തന്നെ ആവണമെന്ന് അനാദിയിലെ ദൈവം തീരുമാനിച്ചതായിരുന്നു. എന്നാൽ അതുപോലെ തന്നെയായിരിക്കണം യേശുവിന്റെ വളർത്തച്ഛനായ യൗസേപ്പ് പിതാവ് നീതിമാനായിരിക്കണം എന്നതും അനാദിയിലെ ദൈവം തീരുമാനിച്ച കാര്യമാണ്. ഏറെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പിതാക്കന്മാർ, ഒരുപാട് മനക്ലേശങ്ങൾ അനുഭവിക്കുന്ന പിതാക്കന്മാർ നമുക്കിടയിലുണ്ട്. ആ പിതാക്കന്മാർക്ക് എന്നും ഒരു മാർഗദർശിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമുക്കറിയാം, മാതാവ് ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഏറെ മനക്ലേശങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ചെറുപ്പക്കാരനായ യൗസേപ്പ് പിതാവ്. അവർക്ക് എന്നും ഒരു മാർഗദർശിയായി യൗസേപ്പ് പിതാവ് വിളങ്ങി നിൽക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ പറയുന്നത് യൗസേപ്പ് പിതാവ് മരിച്ച ഒരു കാര്യത്തെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പറയുന്നില്ല. എങ്കിലും ചരിത്രകാരന്മാർ പറയുന്നത് യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ യൗസേപ്പ് പിതാവ് മരിച്ചിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എങ്കിലും അതൊരു വിശുദ്ധ മരണമായിട്ടാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. കാരണം മാതാവിന്റെയും യേശുവിന്റെയും മടിയിൽ കിടന്നായിരിക്കണം യൗസേപ്പ് പിതാവ് മരിച്ചിരിക്കേണ്ടത്. അതൊരു വിശുദ്ധ മരണമായിട്ട് തന്നെ ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നു. ഞാൻ അധികം പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. ഏറെ ബഹുമാനപ്പെട്ട ഫൊറോന ഡയറക്ടർ ഐബൻ അച്ഛനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്ത സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇടവക വികാരി അച്ഛൻ, ഏറെ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു നടവത്ത് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ വിഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മളുള്ള പിതൃവേദി മാതൃവേദി ഫൊറോന ഭാരവാഹികളുടെ, നമ്മുടെ ഇടവകയിലെ ഭാരവാഹികളുടെ, പ്രിയപ്പെട്ട അനിമേറ്റ സിസ്റ്റർ മാർഗരറ്റ്, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥൻ മാർ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാള് നാം ഇന്ന് ആചരിക്കുകയാണ്. മരണത്തിരുനാള് ആചരിക്കുക എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ജനനം ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ഏറെ സന്തോഷത്തോടുകൂടെ നേർച്ച സദ്യയോടുകൂടിയൊക്കെയാണ് അടുത്ത കാലത്തായിട്ട് ഈ തിരുനാള് ആഘോഷിക്കുക. യൗസേപ്പ് പിതാവ് സർവ്വലോകത്തിനും മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏറെ പ്രത്യേകിച്ച് കുടുംബനാഥന്മാരായിട്ടുള്ള എല്ലാവർക്കും സ്വർഗീയ മധ്യസ്ഥനാണ് മാർ യൗസേപ്പ് പിതാവ്. ഏതൊരു പ്രതിസന്ധികളിലും പെട്ട് ഉഴലുന്ന ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം നോക്കാവുന്ന, കണ്ടുപിടിക്കാവുന്ന, മാതൃകയാക്കാവുന്ന, മാർഗനിർദ്ദേശമാക്കാവുന്ന വ്യക്തിത്വമാണ് മാർ യൗസേപ്പ് പിതാവ്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മാർ യൗസേപ്പ് പിതാവിൽ വിളങ്ങിയിരിക്കുന്ന പ്രത്യേക പുണ്യങ്ങൾ
സുഹൃതങ്ങൾ ഒക്കെ സ്വന്തമാക്കുവാനായിട്ട് ശ്രമിക്കാം. ഏറെ പ്രത്യേകിച്ച് ദൈവത്തിൽ ഉള്ള ആശ്രയത്വം, അവിടുത്തെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനുള്ള മനസ്സ്, എളിമയോടുകൂടെ ഭാര്യയെയും മകനെയും ഒക്കെ തൻ്റെ ജീവൻ പോലും പണയം വെച്ച് സംരക്ഷിക്കുവാനായിട്ടുള്ള ധൈര്യവും മനസ്സുമൊക്കെ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒപ്പം ഔസേപ്പ് പിതാവ് കഠിനാധ്വാനത്തിന്റെ മാതൃക നമുക്ക് നൽകുന്നുണ്ട്. തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റിയ ഔസേപ്പ് പിതാവിന്റെ മാതൃക നമുക്കെന്നും മാതൃകയാവട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഫൊറോന ഡയറക്ടർ ഐബിനച്ചൻ ജോസഫ് നാമധാരിയാണ്. അതുപോലെ തന്നെ ഇവിടെ ജോസഫ് നാമധാരികളായിട്ടുള്ള വളരെ ഏറെ പേര് ഇവിടെ ഉണ്ട്. അവർക്കെല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ബഹുമാനപ്പെട്ട ഐബിനച്ചനാണ് കുർബാന അർപ്പിക്കുക, സന്ദേശം നൽകുക. അതിനും പ്രത്യേകമായിട്ട് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛന് തിരുനാളിന്റെ ആശംസകൾ പ്രത്യേകമായിട്ട് നേരുകയാണ്.